1611 കല്ലും തടിയും കൊണ്ടാണ് ഈ കോട്ട നിർമ്മിച്ചത്. പിന്നീട് 100 വർഷങ്ങൾക്ക് ശേഷം അത് പൂർണ്ണമായിട്ടും കത്തി നശിച്ചു. അതിനുശേഷമാണ് 1870 ഇപ്പോൾ കാണുന്ന ഈ കോട്ട പുനർനിർമ്മിച്ചത്. പിന്നീട് ഇത് പൊതുജനങ്ങൾക്കും വിവാഹ സൽക്കാര പരിപാടികൾക്ക്, പാർട്ടികൾക്ക്, അതുപോലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് തുറന്നു കൊടുക്കുകയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു ചെറിയ മ്യൂസിയം ഉണ്ട്. ആ മ്യൂസിയത്തിൽ ഇവിടെ നടന്ന സൽക്കാരങ്ങളുടെ എല്ലാം കുറച്ച് പിക്ചേഴ്സുകൾ നമുക്ക് കാണാൻ പറ്റി. അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോൾ അവിടെ മറ്റൊരു ബോക്സിൽ, അതായത് ഈ കേവ് ഹില്ലിൽ, ഇതിൻ്റെ മുകളിൽ കാണുന്ന മലയുടെ മുകളിൽ മൂടൽമഞ്ഞ് കാരണം 2ാം ലോക മഹായുദ്ധ കാലത്ത് ഒരു പ്ലെയിൻ ക്രാഷ് ഉണ്ടാകിയിരുന്നു. ആ പ്ലെയിൻ ക്രാഷിൽ അന്ന് അവശേഷിച്ച കുറച്ച് വെടിയുണ്ടകളും അതേ തുടർന്ന് ആ ഫ്ലൈറ്റിൻ്റെ ഭാഗങ്ങളൊക്കെ ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. 1944 ജൂൺ 1 ഈ പ്ലെയിൻ ക്രാഷ് ഇവിടെ ഉണ്ടാകുന്നത്. അത് മൂടൽമഞ്ഞിൻ്റെ കാരണത്താലാണ് ഈ മലയിൽ വന്ന് ഇടിച്ച് ഇവിടെ വീഴുകയും ചെയ്തത്. ന്യൂ ഫൗണ്ട്ലാൻഡിലെ ഗാൻഡർ എന്ന സ്ഥലത്ത് നിന്ന് 10 പേരടങ്ങുന്ന അമേരിക്കൻ സൈനികരാണ് ഈ പ്ലെയിനിലുണ്ടായിരുന്നത്. അന്നത്തെ ഈ പ്ലെയിൻ ക്രാഷിനെ തുടർന്ന് അമേരിക്കൻ സൈനികരായ 10 പേരും മരണപ്പെടുകയും അവരെ ബെൽഫാസ്റ്റിലെ തന്നെ ഒരു സൈനിക സെമിത്തേരിയിൽ അടക്കം ചെയ്യുകയും ചെയ്തു. പിന്നീട് അന്നത്തെ യുദ്ധത്തലവനായിരുന്ന മേധാവി ഈ മലമുകളിലെ പാറയ്ക്ക് വെള്ള പെയിൻ്റ് അടിക്കാൻ നിർദ്ദേശിച്ചു. ഈ പ്ലെയിൻ ക്രാഷ് ഉണ്ടായ സമയത്ത് അവിടെ ഓടി അടുത്ത ഒരാൾ അമേരിക്കൻ സൈനികരുടെ ഒരു തോക്ക് അടിച്ചുകൊണ്ട് പോവുകയും അത് പിന്നീട് സൈനികർക്ക് തിരിച്ചു കൊടുക്കുകയും ചെയ്ത രസകരമായ കഥകളൊക്കെ നമുക്ക് വായിക്കാൻ പറ്റും. പിന്നെ തന്നെയല്ല, അവിടുന്ന് ഒരു വിവാഹമോതിരം കിട്ടുകയും അത് വർഷങ്ങൾക്ക് ശേഷം ആ വിവാഹമോതിരത്തിൻ്റെ ഉടമയെ വിധവയെ കണ്ട് തിരിച്ച് ഏൽപ്പിക്കുകയും ചെയ്യുന്ന ചെറിയ കഥകളൊക്കെ നമുക്ക് വായിക്കാൻ പറ്റുന്നുണ്ട്. തന്നെയല്ല, 2016 ഇവർ ഈ പ്ലെയിൻ ക്രാഷിൻ്റെ ഓർമ്മയ്ക്കായിട്ട് അന്നത്തെ സൈനിക മേധാവി നിർദ്ദേശിച്ച വെള്ള പെയിൻ്റ് അടിക്കാൻ നിർദ്ദേശിച്ച അതേ രീതിയിൽ തന്നെ ബെൽഫാസ്റ്റിലെ ഈ മലയുടെ മുകളിലെ പാറയ്ക്ക് ഇവർ വീണ്ടും വെള്ള പൂശി. ഈ കോട്ട നിർമ്മിച്ചിരിക്കുന്നത് മൊത്തം കല്ലിലും തടിയിലും ഒക്കെയാണ്. ഇതിൻ്റെ അകത്ത് ഒത്തിരി നിഗൂഢതകളും രഹസ്യ അറകളൊക്കെ കാണുമായിരിക്കാം. അപ്പം ഞങ്ങളന്ന് അവിടെ ചെല്ലുമ്പോൾ അവിടെ ഒരു പ്രൈവറ്റ് ഫംഗ്ഷൻ നടക്കുന്നതിനാൽ ഞങ്ങൾക്ക് മുകളിലേക്കൊന്നും കയറി കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഈ തടികളൊക്കെ ചെയ്തു വച്ചിരിക്കുന്ന കലാപരമായിട്ടുള്ള വർക്കുകൾ കാണുമ്പോൾ തന്നെ അന്നത്തെ അത് കൊത്തുപണികളൊക്കെ ചെയ്തു വെച്ച മനുഷ്യരുടെ കഴിവുകൾ എത്രത്തോളമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. തന്നെയുമല്ല, ഈ രാജകീയ പ്രൗഢിയുള്ള ഇതുപോലുള്ള കോട്ടകൾ അതിപ്പം നമ്മുടെ നാട്ടിൽ തന്നെയാണെങ്കിലും അന്നത്തെ മനുഷ്യരുടെ ഒരു കല എന്ന് പറഞ്ഞാൽ ഈ മെഷീനറി സംഭവങ്ങളൊന്നും ഇല്ലാത്ത അവർ ഈ കൈകൊണ്ട് കൊത്തിയെടുത്ത് ചെയ്ത് വെച്ചിരിക്കുന്ന വർക്കുകൾ കാണുമ്പോൾ തന്നെ നമുക്ക് അത്ഭുതമുളവാക്കുന്ന ഒരു കാര്യമാണ്.